വട്ടപ്പാട്ടെന്ന് കേട്ടിട്ടുണ്ടല്ലേ? കലോത്സവത്തിലൊക്കെ വേദികളിലൊക്കെ നമ്മൾ വട്ടപ്പാട്ട് കാണാറുണ്ട്. മലബാർ മേഖലയിലൊക്കെ സജീവമാണ് വട്ടപ്പാട്ട്. വയനാട്ടിലെ ആദിവാസി വിഭാഗമായ പണിയ സമുദായക്കാരുടെയും വട്ടക്കളിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത്തവണ വയനാട് ഏച്ചോറ തുടി കലാകേന്ദ്രത്തിൽ നടന്ന വട്ടക്കളി മത്സരങ്ങളുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പണിയ വിഭാഗത്തിൽ ഒരാൾ ജനിച്ചാൽ പിന്നീട് തുടിയുടെയും ചീനിയുടെയും ഈണത്തിനും താളത്തിനൊപ്പമാകും അവരുടെ ജീവിതം. മരണം വരെ തുടിയും ചീനിയും എന്നുമൊപ്പം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് അവർക്ക് വട്ടക്കളിയും. തുടിതാളങ്ങൾക്കൊപ്പം വാമൊഴിയായി പകർന്നു കിട്ടിയ ചൊല്ലുകൾ പാടുകയും സ്ത്രീകൾ അതിനനുസരിച്ച തനത് വേഷത്തിൽ വൃത്താകൃതിയിൽ നൃത്തം വയ്ക്കുന്നതുമാണ് വട്ടക്കളി. ജീവിതത്തിലെ എല്ലാ ചടങ്ങുകൾക്കും വട്ടക്കളി ഇവർക്ക് അതിപ്രധാനമാണ്. നമ്മൾ ഈ വട്ടക്കളി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വയസ്സറിഞ്ഞ പരിപാടിയുണ്ട്. പിന്നെ അത് വയസ്സെന്ന് പറഞ്ഞ തെരണ്ടി കല്യാണമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണ പരിപാടി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കാര്യമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനിപ്പോൾ തുടികൊട്ടും പിന്നെ ഇതുപോലെ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം കൂടി വട്ടത്തിലിരുന്ന് പിന്നെ തുടികൊട്ടലും പാട്ടും ഒക്കെ ആയിരിക്കും. വയനാട് ജില്ലയിൽ ഇത്തവണ നടന്ന വട്ടക്കളി മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള നിരവധി ടീമുകളാണ് പങ്കെടുത്തത്. ആധുനികതയുടെ കടന്നുകയറ്റമുണ്ടായിട്ടും തങ്ങളുടെ ആചാരങ്ങളും കലാരൂപങ്ങളും മുറുകെ പിടിക്കുന്നതോടൊപ്പം വരും തലമുറകൾക്ക് ഇവിടെ പകർന്നു നൽകുക കൂടിയാണ് ഇവർ ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.